Hello dear engineering students. Yes one engineering physics le വളരെ important simple ആയിട്ടുള്ള ടോപ്പിക് ആണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഈ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ഉറപ്പാണ് മക്കളെ. സോ ഈ വീഡിയോ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കാണുക മക്കളെ. നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണം. ഓക്കേ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. സോ മക്കളെ നോക്കിക്കേടാ, വൺ ഡൈമെൻഷണൽ വേവ്സ് അല്ലേ. നമുക്ക് എന്താ നോക്കാം. വേവ് ട്രാവലിംഗ് along a line or on axis is known as one dimensional wave അല്ലേ. ഒരു ലൈനിൽ കൂടെയോ അല്ലെങ്കിൽ ഒരു ആക്സിസിൽ കൂടെയോ പോകുന്ന വേവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വൺ ഡൈമെൻഷണൽ വേവ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇക്വേഷൻ ഡെറൈവ് ചെയ്തെടുത്താലോ. കൺസിഡർ എ വൺ ഡൈമെൻഷണൽ വേവ് പൾസ് മൂവിംഗ് വിത്ത് എ വെലോസിറ്റി v. ഓക്കെ, നമ്മളൊരു വേവ് പൾസ് കൺസിഡർ ചെയ്യുന്നു. അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി എന്താടാ, v ആണ്. ഇത് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ എങ്ങനെയാടാ, പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വേവ് ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം. സോ psi എക്സ് ടി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എക്സ് മൈനസ് വി ടി എന്ന് എഴുതാം. ക്ലിയർ ആണോ അവിടെ. അങ്ങനെയാണെങ്കിൽ ഫോർ എ വേവ് ട്രാവലിംഗ് ഇൻ ദ നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ ആണെങ്കിലോ, ഇതെന്ന് പറയുന്നത് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ആണ്. എന്താടാ, psi എക്സ് ടി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എക്സ് മൈനസ് വി ടി. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ പോകുന്ന വേവ് ഫംഗ്ഷൻ എന്താടാ, ദാറ്റ് ഈസ് psi xt that is equal to f x plus vt എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ ആണോ. ഫസ്റ്റ് സ്റ്റെപ്പ് ആണ്. ഓക്കെ, ഞാൻ എങ്ങനെയാണോ പറഞ്ഞു തരുന്നത് അതേപോലെ പഠിക്കുക, അതേപോലെ പരീക്ഷയ്ക്ക് എഴുതുക. ഷുവർ ആയിട്ടും ഇതിനുള്ള ഫുൾ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, then the general one dimensional wave equation is, അതായത് ജനറൽ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം. psi xt is equal to f into x plus or minus vt എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ ആണോ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഇതിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതിയാലോ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതാം. ഓക്കെ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ക്ലിയർ. ഇക്വേഷൻ ക്ലിയർ. നോക്കിക്കേടാ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ചെയ്യാനായി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോ ഇതിനെ ഡിഫറൻഷിയേറ്റ് with respect to x. okay, എത്ര പ്രാവശ്യം, രണ്ട് പ്രാവശ്യം, twice. ക്ലിയർ ആണോടാ, ക്ലിയർ ആണോ. സോ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു x twice. അങ്ങനെയാണെങ്കിൽ ഡോ psi by ഡോ x is equal to f dash into x minus vt. അതേപോലെ ഡോ സ്ക്വയർ psi by ഡോ x square is equal to f double dash x minus vt. ക്ലിയർ ആണോടാ, ക്ലിയർ ആണോ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ട്വൈസ് അല്ലേ ചെയ്തത്. അടുത്തെന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടി ട്വൈസ്. ഓക്കെ, രണ്ട് പ്രാവശ്യം എന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ടി. വിത്ത് റെസ്പെക്ട് ടു എന്താടാ, ടി. ക്ലിയർ ആണോ. അങ്ങനെയാണെങ്കിൽ എന്താ കിട്ടുക, ഡോ psi by ഡോ ടി is equal to minus v f dash x minus vt. അടുത്ത് ഡോ സ്ക്വയർ psi by ഡോ ടി സ്ക്വയർ is equal to v സ്ക്വയർ f double dash x minus vt. ക്ലിയർ ആണോ, ക്ലിയർ ആണോടാ, ക്ലിയർ ആണോ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേടാ, നമുക്ക് എങ്ങനെ എഴുതാം. ഡോ സ്ക്വയർ psi by ഡോ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഇൻറ്റു, ഇവിടെ നോക്കിക്കേ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം. നോക്കിക്കേ, ഇവിടെ സെയിം ഇക്വേഷൻ എഴുതുക, പക്ഷേ ഇവിടെ നോക്കിക്കേ എഫ് ഡബിൾ ഡാഷ് ഇൻറ്റു എക്സ് മൈനസ് വി ടി. അതെന്താടാ നോക്ക്, എഫ് ഡബിൾ ഡാഷ് ഇൻറ്റു എക്സ് മൈനസ് വി ടി എന്ന് പറയുന്നത് എന്താണ്, ഡോ സ്ക്വയർ psi by ഡോ എക്സ് സ്ക്വയർ. സോ ഇത് അതേപോലെ എടുത്ത് എഴുതുക. ഓക്കെ, അപ്പൊ ഇതിന് പകരം എന്ത് ചെയ്യുക, ഇത് അതേപോലെ എടുത്ത് എഴുതിയാൽ മാത്രം മതി. ക്ലിയർ ആണോ. അങ്ങനെയാണെങ്കിൽ ഡോ സ്ക്വയർ psi by ഡോ എക്സ് സ്ക്വയർ. ക്ലിയർ ആണോടാ, ഡോ എക്സ് സ്ക്വയർ. ക്ലിയർ ആണോ, ക്ലിയർ ആണോ. ഇതിന് ജസ്റ്റ് ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തു. നോക്കിയേ, ഡോ സ്ക്വയർ psi by ഡോ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/v സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ psi by ഡോ ടി സ്ക്വയർ. ക്ലിയർ ആണോടാ, ക്ലിയർ ആണോ മക്കളെ. നോക്കിയേ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് വൺ ഡൈമെൻഷണൽ വേവ്. എന്നെയാണെന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് വൺ ഡൈമെൻഷണൽ വേവ്. ഇത് ഉറപ്പാട്ടോ, ഇത് ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കും, ഷുവർ ആണ്. ഇത് പഠിച്ചിട്ടേ പോകാവൂ. ക്ലിയർ അല്ലടാ. അടുത്തെന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എ ത്രീ ഡൈമെൻഷണൽ വേവ് ആൻഡ് ഇറ്റ് സൊല്യൂഷൻ. വൺ ഡൈമെൻഷനിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് ത്രീ ഡൈമെൻഷനിലോട്ട് പോകാം. എന്താണ് ത്രീ ഡൈമെൻഷണൽ വേവ് എന്ന് പറയുമ്പോൾ, എ വേവ് മൂവിംഗ് ഇൻ ഓൾ ഡയറക്ഷൻസ് ഈസ് നോൺ ആസ് ത്രീ ഡൈമെൻഷണൽ വേവ്. ക്ലിയർ അല്ലടാ. അപ്പോ the wave function such a wave
അതായത് വേവ് ഫംഗ്ഷൻ ഓഫ് സച്ച് എ വേവ്, അതായത് 3 dimensional വേവിന്റെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇസ് എ ഫംഗ്ഷൻ ഓഫ് 3 പൊസിഷൻ കോർഡിനേറ്റ്സ് അല്ലെ. ഒരു 3 dimensional വേവിന്റെ വേവ് ഫംഗ്ഷനിൽ 3 പൊസിഷൻ കോർഡിനേറ്റ്സ് ഉണ്ടാവും. ഏതൊക്കെയാടാ? എക്സ്, വൈ ആൻഡ് ഇസഡ്. ആൻഡ് കൂടാതെ ടൈം കോർഡിനേറ്റ് ഉണ്ടാവും, ദാറ്റ് ഈസ് ടി. ക്ലിയർ അല്ലേടാ? അങ്ങനെയാണെങ്കിൽ വേവ് ഫംഗ്ഷൻ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് psi is equal to f x y z t. ക്ലിയർ ആണോ? ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? ഇങ്ങനെ എഴുതണം. ഏത് 3 dimensional വേവ് ഫംഗ്ഷൻ ഇങ്ങനെ എഴുതണ്ടേ? എന്താണ്? psi is equal to f of x y z t. ക്ലിയർ ആണോ? ക്ലിയർ ആണോടാ? അപ്പോൾ ഇതിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം നോക്കിക്കേ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിങ്ങൾ എക്സാമിന് എഴുതുന്ന സമയത്ത് ഷോർട്ട് ഫോമിൽ എഴുതി കളയല് കേട്ടോ. ഇങ്ങനെയൊക്കെ എഴുതി കളയല്. നമുക്ക് കറക്റ്റ് ആയിട്ട് ഇക്വേഷൻ ചില കുട്ടികൾ ഇങ്ങനെയൊക്കെ എഴുതി കളയും, ബിറ്റ്വീൻ ഇങ്ങനെയൊക്കെ എഴുതി കളയും. അങ്ങനെ എഴുതരുത്. എക്സാമിന് എപ്പോഴും കറക്റ്റ് ആയിട്ട് തന്നെ എഴുതുക. ഓക്കെ, ഈ ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ? സോ ഇവിടെ നോക്കിക്കേടാ, ഇതിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതാം. ദാറ്റ് ഈസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ z square, that is equal to 1 by v square into dou square psi by dou t square. This is the differential equation. Clear ആണോ? ക്ലിയർ ആണോ? ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു ഓപ്പറേറ്റർ പരിചയപ്പെടാൻ പോകുന്നു. ക്ലിയർ? ഇവിടെ നോക്കിക്കേടാ, നമ്മൾ അതിനെ ഇങ്ങനെ എഴുതും. ട്രയാങ്കിളിനെ തിരിച്ചിടുന്നു, ഡെൽറ്റയെ തിരിച്ചിടുന്നു. ഇത് നമ്മൾ പറഞ്ഞ പേരെന്താണെന്ന് അറിയാവോ? ഇത് നമ്മൾ ഡെൽ എന്ന് പറയും, അല്ലെങ്കിൽ ഇതിനെ നെബ്ല എന്ന് പറയും, അല്ലെങ്കിൽ നെബ്ല എന്നൊക്കെ പറയും. ഓക്കെ, ഇത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്റ്റർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ആണ്. നമ്മൾ ഗ്രേഡിയന്റ് ഒക്കെ യൂസ് ചെയ്യും, അതേപോലെ വെക്റ്റർ കാൽക്കുലേഷൻ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ ആണ്. ക്ലിയർ? അപ്പൊ ഇതിനെ ഡെൽ അല്ലെങ്കിൽ നെബ്ല എന്ന് പറയും. ക്ലിയർ അല്ലേടാ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ഈ ഒരു ഇക്വേഷൻ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം നോക്കിക്കേ. ഡെൽ സ്ക്വയർ സൈ ഈസ് ഈക്വൽ ടു 1 by v square into ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ എന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ക്ലിയർ ആണോ? ക്ലിയർ ആണോടാ? ഓക്കെ, റെഡി അല്ലേ? ഇവിടെ നോക്കിക്കേ, ഈ സെയിം ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. യാതൊരു പ്രശ്നമില്ല. നമ്മൾ ഒരു സംഭവം ആഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഏത്? ഡെൽ സ്ക്വയർ. ഇനി എന്താണ് ഡെൽ സ്ക്വയർ എന്ന് പറയുമ്പോൾ? എന്താണ് ഡെൽ സ്ക്വയർ? ഡെൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു വേറെ ഒന്നുമില്ലടാ, ഈ സെയിം ഇക്വേഷൻ തന്നെയല്ലേ? ഈ സെയിം ഇക്വേഷൻ അല്ലേ? സോ ഇതിലെ സൈ ഒക്കെ മാറ്റിക്കഴിഞ്ഞാൽ, ഈ സൈ ഒക്കെ മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി ഉള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡെൽ സ്ക്വയർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോടാ? ക്ലിയറോ? ഈ സെയിം ഇക്വേഷൻ തന്നെയാണ്. ഈ സൈ ജസ്റ്റ് മാറ്റുക എന്നുള്ളേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഡെൽ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ? ഈ സെയിം ഇക്വേഷനിൽ ഈ സൈ ഒന്ന് മാറ്റി എഴുതിക്കേ. നോക്കിക്കേ, അതായത് ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ ഇസഡ് സ്ക്വയർ നമുക്ക് എഴുതാം അല്ലെ? സോ ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ കണ്ടുപിടിക്കാം. ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല. സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താ? ദാറ്റ് ഈസ് ഈ സൈഡ് വാല്യൂവിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ സൈ ഈസ് ഈക്വൽ ടു a e raised to plus or minus I into k into r plus or minus omega t. This is the solution. ഇനി ഇവിടെ നോക്കിക്കേടാ, കെയും ആറും എന്താ നോക്കിയാലോ? ഇവിടെ നോക്കിക്കേ, where k എന്ന് പറയുന്നത് എന്താടാ? that is kx I cap plus kx I cap. സഫിക്സിൽ എഴുതുക. ഓക്കെ, x സഫിക്സിൽ എഴുതുക. അതേപോലെ പ്ലസ് കെ വൈ ജെ ക്യാപ്, വൈ സഫിക്സിൽ എഴുതുക, പ്ലസ് കെ ഇസഡ് കെ ക്യാപ്. ക്ലിയർ ആണോ? ഇസഡും എന്ത് ചെയ്യുക? സഫിക്സിൽ താഴെ എഴുതുക. ക്ലിയർ ആണോ? ഇതിനെയാണ് നമ്മൾ പറയുന്നത് പ്രൊപ്പഗേഷൻ വെക്റ്റർ എന്ന് പറയും. എന്ത് പറയൂടാ? പ്രൊപ്പഗേഷൻ വെക്റ്റർ. ക്ലിയർ ആണോ? ഇനി ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് കെ ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ദാറ്റ് ഈസ് കെ എക്സ് സ്ക്വയർ പ്ലസ് കെ വൈ സ്ക്വയർ പ്ലസ് കെ ഇസഡ് സ്ക്വയർ. ദിസ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് കെ. ക്ലിയർ ആണോടാ? അങ്ങനെയാണെങ്കിൽ അടുത്ത ആർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ് പ്ലസ് ഇസഡ് കെ ക്യാപ്. ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? അടുത്ത് ഫോർ വേവ് ട്രാവലിംഗ്
for wave traveling the positive x direction, പോസിറ്റീവ് x ഡയറക്ഷനിൽ കൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു വേവിനാണെങ്കിൽ ഡയറക്ഷൻ psi എന്ന് പറയുന്നത് that is equal to a sin kr minus omega t. അതേപോലെ psi എന്ന് പറയുന്നത് that is equal to a cos kr minus omega t. ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? സോ ഇത്രയും നിങ്ങൾ പഠിക്കുക. 3 ഡയമെൻഷണൽ വേവ് ഇക്വേഷന്റെ സൊല്യൂഷനും റെഡിയാണ്. സോ 1 ഡയമെൻഷണൽ ഇക്വേഷൻ ആൻഡ് സൊല്യൂഷൻ പഠിച്ചു, 3 ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ സൊല്യൂഷൻ പഠിച്ചു. ഇത് രണ്ടും പഠിക്കാതെ മക്കളെ നിങ്ങൾ ആരും പരീക്ഷയ്ക്ക് പോകരുത്, പഠിച്ചിട്ട് തന്നെ പോവുക. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സും പഠിക്കട്ടെ, മാക്സിമം ഫ്രണ്ട്സും ഷെയർ ചെയ്ത് കൊടുക്കുക. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? ഓക്കെടാ. അപ്പൊ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പാത്ത് ഡിഫറൻസും ഫേസ് ഡിഫറൻസ് എന്താന്ന് ചോദിക്കും. എന്താണ് പാത്ത് ഡിഫറൻസ് നോക്കാം. Path difference and phase difference are the terms used to express the difference in state of vibration of two particles in the medium. അതായത് ഒരു മീഡിയത്തിലെ രണ്ട് പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷന്റെ സ്റ്റേറ്റ് ഓഫ് വൈബ്രേഷന്റെ ഡിഫറൻസിനെ നമ്മൾ എന്തെന്ന് പറയുന്നത് പാത്ത് ഡിഫറൻസ് എന്നും ഫേസ് ഡിഫറൻസ് എന്നും. സോ ഈ പറയുന്ന ഡിഫറൻസ് എന്ന രണ്ട് ടൈപ്പ് ഡിഫറൻസ് ആണ് അല്ലേ. അപ്പൊ എന്താണ്? ഒരെണ്ണം എന്ന് പാത്ത് ഡിഫറൻസ് ആണ്, മറ്റൊന്ന് പറയുന്നത് ഫേസ് ഡിഫറൻസ് ആണ്. ഇനി ഇതിന്റെ പ്രത്യേകത എന്താന്ന് നോക്കാം. If the difference in state is expressed in terms of angle, ഡിഫറൻസ് എന്ന് ആംഗിളുടെ ടേംസിലാണെങ്കിൽ നമ്മൾ അതിനെ ഫേസ് ഡിഫറൻസ് എന്ന് വിളിക്കുന്നു. സെയിം ടൈം ഡിഫറൻസ് എന്ന് പറയുന്ന ഡിഫറൻസ് ഇൻ സ്റ്റേറ്റ് എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് ഡിസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ അതിനെ പാത്ത് ഡിഫറൻസ് എന്ന് വിളിക്കുന്നു. അങ്ങനെയാണ് മക്കളെ പറഞ്ഞു നോക്കിക്കടാ. ആംഗിൾ ഡിഫറൻസ് ഇൻ ടേംസ് ഓഫ് ആംഗിൾ ആണെങ്കിൽ എന്താടാ? ഫേസ് ഡിഫറൻസ് ആണ്. ഡിഫറൻസ് ഇൻ ടേംസ് ഓഫ് ഡിസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ എന്തെന്ന് വിളിക്കും? പാത്ത് ഡിഫറൻസ് എന്ന് വിളിക്കും. ക്ലിയർ അല്ലടാ? മനസ്സിലായോ? സോ പാത്ത് ഡിഫറൻസ് എന്താണ്, ഫേസ് ഡിഫറൻസ് എന്താണെന്ന് ഇത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നോക്കാം. 2π/λ എന്ന് പറയുന്നതാണ് it is the phase difference. It is the phase difference corresponding to unit path difference. ഓക്കെ, ഒരു യൂണിറ്റ് പാത്ത് ഡിഫറൻസിന്റെ ഫേസ് ഡിഫറൻസിനെ നമ്മൾ എന്ന് പറയുന്നത് 2π/λ എന്ന് പറയുന്നത്. 2π/λ. ഈ 2π/λ നമ്മൾ പറയുന്നത് എന്താണെന്ന് അറിയാവോ? ദാറ്റ് ഈസ് വേവ് വെക്ടർ എന്ന് പറയും. എന്താണ്? വേവ് വെക്ടർ, ദാറ്റ് ഈസ് k. ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ സോ ഫേസ് ഡിഫറൻസ് കറസ്പോണ്ടിങ് ടു x path difference, phase difference corresponding to x path difference ആണെങ്കിൽ is നോക്കിക്കേടാ, അതായത് ഒരു യൂണിറ്റ് പാത്ത് ഡിഫറൻസിന്റെ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 2π/λ. അങ്ങനെയാണെങ്കിൽ എക്സ് പാത്ത് ഡിഫറൻസിന്റെ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താടാ? വേറൊന്നുമില്ല. ഫേസ് ഡിഫറൻസിനെ നമ്മൾ 5 കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 2π/λ ഇൻറ്റു എന്താണ് മക്കളെ? എക്സ് ആണ്. ക്ലിയർ അല്ലേടാ? അപ്പം 5 ഈസ് ഈക്വൽ ടു, അതായത് ഫേസ് ഡിഫറൻസ് കറസ്പോണ്ടിങ് ടു എക്സ് പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താടാ? 5 ഈസ് ഈക്വൽ ടു 2πx/λ അല്ലെങ്കിൽ 2πλ/x. ക്ലിയർ ആണോ? ക്ലിയർ ആണോടാ? അങ്ങനെയാണെങ്കിൽ നോക്കിക്കേടാ, ട്രാൻസ്വേഴ്സ് വേവ് മോഷനും അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് മോഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കണ്ടിട്ടുണ്ട്, ഉറപ്പായിട്ടും ചോദിക്കും. ഫിസിക്സ് എ ആയിക്കോട്ടെ ബി ആയിക്കോട്ടെ, രണ്ട് കൂട്ടർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൽ ട്രാൻസ്വേഴ്സ് വേവ് മോഷനും ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് മോഷനും വളരെ ഇമ്പോർട്ടന്റ് മക്കളെ. ചോദിച്ചാൽ നിങ്ങൾ എഴുതണം. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, നോക്കുക. ട്രാൻസ്വേഴ്സ് വേവ് മോഷൻ നമുക്ക് ആദ്യം നോക്കാം. രണ്ട് ടൈപ്പ് ഓഫ് വേവ് മോഷൻ കേട്ടോ. 2 ടൈപ്സ് ഓഫ് വേവ് മോഷൻ ഏതൊക്കെയാടാ? എന്റെ കൂടെ പറഞ്ഞേ. ട്രാൻസ്വേഴ്സ് വേവ് മോഷൻ ആൻഡ് സെക്കൻഡ് വൺ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് മോഷൻ. ക്ലിയർ അല്ലേടാ? അങ്ങനെയാണെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവ് മോഷൻ എന്താണ്? ട്രാൻസ്വേഴ്സ് വേവ് മോഷൻ ഈസ് വൺ ഇൻ വിച്ച് each particle in the medium executes oscillatory motion about its mean position. അല്ലെ, നമ്മുടെ മീഡിയത്തിലുള്ള ഓരോ പാർട്ടിക്കിൾസും അതിന്റെ മീൻ പൊസിഷനിൽ നിന്നുകൊണ്ട് ഓസിലേറ്ററി മോഷനിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓസിലേറ്ററി മോഷനിലാണ്. ആൻഡ് ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. ഇതാണ് മക്കളെ ഇമ്പോർട്ടന്റ് വ്യത്യാസം എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. അതായത് വേവിന്റെ പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആണ് എന്ത്? ഈ പറയുന്ന ഓസിലേഷൻ ഡയറക്ഷൻ, ഈ പറയുന്ന വൈബ്രേഷൻ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ദിസ് ടൈപ്പ് ഓഫ് വേവ് ട്രാവൽസ് ഇൻ ദ ഫോം ഓഫ് ക്രസ്റ്റ് ആൻഡ് ട്രഫ്സ്. അല്ലെ, ഈ വേവിന് ക്രസ്റ്റും ഉണ്ടാവും ട്രഫും ഉണ്ടാകും. The distance between two adjacent crests or troughs constitute one wave അല്ലെങ്കിൽ pulse എന്ന് പറയും. ക്ലിയർ ആണോ?
ട്രാൻസ്വേഴ്സ് വേവ്സ് ക്യാൻ ബി പോളറൈസ്ഡ്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ട്രാൻസ്വേഴ്സ് വേവ്സ് ക്യാൻ ബി പോളറൈസ് ചെയ്യാൻ പറ്റും ഏത് ട്രാൻസ്വേഴ്സ് വേവ്സിന്. എക്സാമ്പിൾ എന്താടാ? വേവ്സ് ട്രാവലിംഗ് അലോങ് എ സ്ട്രെച്ച് സ്ട്രിംഗ്. അതേപോലെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. നമ്മുടെ ലൈറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് അല്ലേ? സോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്, അതായത് ലൈറ്റിന്റെ വേവ് എന്ന് പറയുന്നത് എന്ത് വേവാ? ദാറ്റ് ഈസ് ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേടാ? അങ്ങനെയാണെങ്കിൽ ലോഞ്ചിറ്റ്യൂഡൽ വേവ് മോഷൻ പഠിക്കാം. ട്രാൻസ്വേഴ്സ് വേവ് പഠിക്കാമെങ്കിൽ, അത് മനസ്സിലായെങ്കിൽ, നിങ്ങൾക്ക് അത് അറിയാമെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് മോഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേടാ? അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ലോഞ്ചിറ്റ്യൂഡൽ വേവ് മോഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈസ് വൺ വിച്ച് ഈച്ച് പാർട്ടിക്കിൾ ഇൻ ദ മീഡിയം എക്സിക്യൂട്ട്സ് ഓസിലേറ്ററി മോഷൻ അബൌട്ട് ഇറ്റ്സ് മെയിൻ പൊസിഷൻ. സെയിം, അതായത് ട്രാൻസ്വേഴ്സിലും ലോഞ്ചിറ്റ്യൂഡിനലും സെയിം ലൈൻ ആണ് ഫസ്റ്റ് ലൈൻ. അടുത്ത് എവിടെ വ്യത്യാസം? along the direction of propagation. ഇവിടെയാണ് വ്യത്യാസം. ഇവിടെ നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ് മോഷൻ എങ്ങനെയാണ്? ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ് ആയിരുന്നു. ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവിന് പെർപെൻഡിക്കുലർ ആയിരുന്നു. പക്ഷേ ഇവിടെ നോക്കൂ, ഇവിടെ എന്ന് പറയുന്നത് along the direction of propagation. ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന്റെ അതേ ഡയറക്ഷനിലാണ്. ക്ലിയർ അല്ലേടാ? സോ മറ്റേ പെർപെൻഡിക്കുലർ ആണ്, ലോഞ്ചിറ്റ്യൂഡിൽ പറയുമ്പോൾ സെയിം ഡയറക്ഷനിൽ തന്നെയാണ്. This type of wave motion travels in the form of compressions and rarefactions. അല്ലെ? അവിടെ എന്താണ്? ക്രസ്റ്റും ട്രഫും ആയിരുന്നു. ഇവിടെ എന്ന് പറയുമ്പോൾ കംപ്രഷൻസും റെയർഫാക്ഷൻസും ആണ്. ക്ലിയർ? The distance between two adjacent compressions or two adjacent rarefactions എന്ന് പറയുന്നത് one wave അല്ലെങ്കിൽ one pulse എന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്ത ലോഞ്ചിറ്റ്യൂഡൽ വേവ് എന്ന് പറയുന്നത് cannot be polarized. എന്തല്ല? cannot be polarized, അതായത് പോളറൈസ് ചെയ്യാൻ കഴിയില്ല. അല്ലേ? അപ്പൊ പോളറൈസ് ചെയ്യാൻ പറ്റുന്ന വേവ് ആരാടാ? നമ്മുടെ ട്രാൻസ്വേഴ്സ് വേവ് മോഷൻ ആണ്. ട്രാൻസ്വേഴ്സ് വേവ് ആണ് പോളറൈസ് ചെയ്യാൻ കഴിയുന്നവർ. പക്ഷേ ലോഞ്ചിറ്റ്യൂഡൽ വേവ് മോഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പോളറൈസ് ചെയ്യാൻ കഴിയില്ല. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? പഠിച്ചില്ലേ? അടുത്ത് നോക്കാം. അടുത്തെന്ന് പറയുന്നത് മക്കളെ, ഇതെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്ന എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ യാതൊരു കാരണവശാലും ഇത് പഠിക്കാതെ നിങ്ങൾ പോകരുത്. വളരെ 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 വെരി 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 ഇമ്പോർട്ടന്റ്. നിങ്ങൾക്ക് ചോദിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ക്ലിയർ അല്ലേടാ? പഠിക്കാം. നോക്കിക്കേ, ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻസ് ഓഫ് എ സ്ട്രെച്ച് സ്ട്രിംഗ്. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ ഈ ഒരു ഫിഗർ നിങ്ങൾ ആദ്യം പഠിക്കണം കേട്ടോ. ഈ ഫിഗർ വളരെ സിമ്പിൾ ആണ്. കൺസിഡർ എ സ്ട്രിംഗ് ഓഫ് ലെങ്ത് എൽ. ഒരു ലെങ്ത് എൽ ഉള്ള സ്ട്രിംഗ് കൺസിഡർ ചെയ്യുക. സ്ട്രെച്ച് ബിറ്റ്വീൻ 2 points എ ആൻഡ് ബി. ഓക്കെ, സ്ട്രെച്ച് ചെയ്ത് പിടിച്ച് വെച്ചിരിക്കുക. ഓക്കെ, എയിലും ബിയിലും. ക്ലിയർ? ബൈ എ ടെൻഷൻ ടി. സ്ട്രെച്ച് ചെയ്തിരിക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ടി. ലെറ്റ് ഇറ്റ് ബി പ്ലക്ഡ് അറ്റ് ദ സെന്റർ ആൻഡ് ലെറ്റ് ഫ്രീ. ഞാൻ ഇങ്ങനെ സെന്ററിൽ ഇങ്ങനെ പ്ലക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഇറ്റ് വൈബ്രേറ്റ്സ് ട്രാൻസ്വേഴ്സ്ലി. ഒരു ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പറയുന്നത് അല്ലേ? These vibrations are simple harmonic. These vibrations are simple harmonic. ഈ ഗ്രാഫ് നിങ്ങൾ പഠിക്കുക, വരച്ചു പഠിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ അല്ലേടാ? ഈ പോയിന്റ്സ് ഒക്കെ എന്താന്നൊക്കെ പറഞ്ഞുതരാം കേട്ടോ. ഇവിടെ നോക്കിക്കേടാ, നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇതിന്റെ എക്സ് ആക്സിസും വൈ ആക്സിസും എന്താന്ന് എഴുതാം. അതായത് ഈ ഗ്രാഫിന്റെ എക്സ് ആക്സിസും വൈ ആക്സിസും. ഇവിടെ നോക്കിക്കേ, എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പൊസിഷൻ ഓഫ് ദ സ്ട്രിംഗ് ആണ്. പൊസിഷൻ ഓഫ് ദ സ്ട്രിംഗ് ആണ് എന്തെന്ന് പറയുന്നത്? എക്സ് ആക്സിസിൽ. അതേപോലെ വൈ ആക്സിസിൽ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ്. ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ നോക്കിക്കേടാ, ഇവിടെ പി ക്യൂ എന്ന് പറയുന്ന കണ്ടോ, ഈ ലെങ്ത് നിങ്ങൾ കാണാൻ പറ്റും. ഈ ലെങ്ത് എന്ന് പറയുന്നത് എന്താടാ? ഡെൽറ്റ എക്സ് ആണ്. സോ പി ക്യൂ എന്ന് പറയുന്നത് എന്താണ്? പി ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ആണ്. ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് എ സ്മോൾ എലമെന്റ് ഓഫ് ലെങ്ത്. ലെങ്ത്തിന്റെ ഒരു സ്മോൾ എലമെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? പി ക്യൂ അല്ലെങ്കിൽ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഫിഗർ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. പി എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ ഒരു ടാൻജന്റ് ഉണ്ട്, ക്യൂ എന്ന് പറയുന്ന പോയിന്റിൽ കൂടെയും ഒരു ടാൻജന്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേടാ, ടാൻജന്റ് അറ്റ് പി മേക്സ് ആൻ ആംഗിൾ തീറ്റ. ആ ടാൻജന്റ് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്താടാ? തീറ്റ. നോക്കൂ, കണ്ടോ, പിയിൽ കൂടെ മേക്ക് പോകുന്ന ടാൻജന്റ് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്താടാ? തീറ്റ അല്ലേ? ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ക്യൂവിൽ കൂടെ പോകുന്ന ടാൻജന്റ് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ടാൻജന്റ് അറ്റ് ക്യൂ മേക്സ് ആൻ ആംഗിൾ. എന്താണ് ആംഗിൾ എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് തീറ്റ മൈനസ് ഡെൽറ്റ തീറ്റ. തീറ്റ മൈനസ് ഡെൽറ്റ തീറ്റ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കാതെ പോകരുത്. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? ഇനി ഇവിടെ നോക്കിക്കേ, P equal to
t sin theta that is equal to t tan theta. ഇവിടെ നോക്കിക്കേ, p is equal to t sin theta that is equal to t tan theta. അതെങ്ങനെ സാറേ t sin theta t tan theta ഈക്വൽ ആയത്? Because since theta is very small, അതുകൊണ്ട് sin theta എന്ന് പറയുന്നത് that is equal to എന്താണ്? tan theta ആണ്. ക്ലിയർ ആണോടാ? ഇനി നമുക്ക് അടുത്ത സ്ലോപ്പിലോട്ട് പോവാം. അടുത്ത നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് സ്ലോപ്പ് അറ്റ് പിയും സ്ലോപ്പ് അറ്റ് ക്യൂവും കണ്ടുപിടിക്കാം. സ്ലോപ്പ് അറ്റ് പി നമുക്ക് ആദ്യം കണ്ടുപിടിച്ചാലോ? സ്ലോപ്പ് അറ്റ് പി എങ്ങനെ കണ്ടുപിടിക്കാം? ദാറ്റ് ഈസ് tan theta. tan theta is equal to dy by dx. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ downward component of tension at p എന്താ നോക്കാം? that is p equal to എന്താണ് മക്കളെ? tan theta ആണ്. അങ്ങനെയാണെങ്കിൽ p is equal to tan theta എന്ന് പറയുമ്പോൾ എന്താണ്? tan theta എന്ന് പറയുമ്പോൾ dy by dx അല്ലേ? അങ്ങനെയാണ് നമുക്ക് എഴുതാം. സോറി, ഒരു ചെറിയ തെറ്റ് പറ്റുപോയി. p is equal to t into tan theta ആണ്. t tan theta ആണ്. അപ്പോൾ t into p is equal to t into tan theta ക്ക് പകരം എന്ത് കൊടുക്കാം? dy by dx എന്ന് കൊടുക്കാം. dy by dx. ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചേഞ്ച് ഇൻ സ്ലോപ്പ് ഫോർ എ ഡിസ്റ്റൻസ് ഡെൽറ്റ എക്സ്. ഓക്കെ, ഡെൽറ്റ എക്സ് ഡിസ്റ്റൻസിലുള്ള ചേഞ്ച് ഇൻ സ്ലോപ്പ് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു d square y by dx square into delta x ആണ്. ക്ലിയർ ആണോ? ഡെൽറ്റ എക്സ് ആണ്. ക്ലിയർ അല്ലേടാ? അപ്പോ പിയുടെ കാര്യം കഴിഞ്ഞു. അടുത്ത് സ്ലോപ്പ് അറ്റ് ക്യൂ കണ്ടുപിടിക്കാം. സ്ലോപ്പ് അറ്റ് ക്യൂ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് tan theta minus delta theta that is equal to dy by dx minus d square y by dx square into delta x ആണ്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ഡൗൺവേർഡ് കമ്പോണന്റ് ഓഫ് ടെൻഷൻ അറ്റ് പി അല്ലേ കണ്ടുപിടിച്ചത്? അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്ടാ? ഇവിടെയാണെങ്കിൽ ദാറ്റ് ഈസ് upward component of tension at q. ക്ലിയർ ആണോടാ? അങ്ങനെയാണ് that is equal to t tan theta minus delta theta. ക്ലിയർ അല്ലേടാ? അങ്ങനെയാണ് that is equal to t. ഓക്കെ, ഇവിടെ നോക്കിക്കേ, t into tan theta minus delta theta. t tan theta minus delta theta എന്ന് പറയുമ്പോൾ ഇതാ ഇവിടെ കണ്ടോ? സോ ഇതിനങ്ങ് എടുത്ത് എഴുതിയാൽ പോരെ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കാരണം tan theta minus delta theta എന്ന് പറയുമ്പോൾ ഇതല്ലേടാ. അങ്ങനെയാണ് ഇതെടുത്ത് അതേപോലെ എഴുതിക്കോ. എന്താ? into dy by dx minus d square y by dx square into delta x ആണ്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഇപ്പോ നമ്മളിവിടെ ഡൗൺവേർഡ് കമ്പോണന്റ് ഓഫ് ടെൻഷൻ പി കണ്ടുപിടിച്ചു, അതേപോലെ അപ്വേർഡ് കമ്പോണന്റ് ഓഫ് ടെൻഷൻ അറ്റ് ക്യൂ കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം റിസൾട്ടന്റ് ടെൻഷൻ. ക്ലിയർ ആണോടാ? റിസൾട്ടന്റ് ടെൻഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് F is equal to T into dy by dx minus T into dy by dx minus d square y by dx square into delta x എന്ന് എഴുതാം. ക്ലിയർ ആണോടാ? അങ്ങനെയാണെങ്കിൽ F is equal to T into dy by dx മൈനസ് ഇതെന്ത് ചെയ്യുക? ഇനി മൈനസ് ടി എന്ത് ചെയ്യുക? അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ മൈനസ് ടി ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്താണ്? മൈനസ് ടി ഡി വൈ ബൈ ഡി എക്സ്. അടുത്ത് മൈനസ് ടി ഇൻറ്റു മൈനസ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എക്സ്. അങ്ങനെയാണെങ്കിൽ മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറയുമ്പോൾ പ്ലസ് ടി ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ പ്ലസ് ടി ഡി വൈ ബൈ ഡി എക്സും മൈനസ് ടി ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്താണ്? ക്യാൻസൽ ആയി പോകും. ഓക്കെ, എന്തൊക്കെയാണ്ട? ടി ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സും മൈനസ് ടി ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സും എന്താണ്? ക്യാൻസൽ ആയി പോകും. ഓക്കെ, ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ബാക്കി ആരാടാ ഉള്ളത്? ദാറ്റ് ഈസ് എഫ് ഈസ് ഈക്വൽ ടു, ബാക്കി ആരാടാ ഉള്ളത്? ഈ ടേം മാത്രമല്ലേ? അങ്ങനെയാണെങ്കിൽ എഴുതിക്കോളൂ, ടി ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇൻറ്റു
dx square into delta x ആണ്. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേടാ നിങ്ങൾക്ക്? അല്ലേ? ഇനി അവിടെ നോക്കിക്കോ, അവിടെ നിൽക്കട്ടെ, ഇവിടെ നോക്കിക്കേ. ഇനി യെസ്, മാസ് ഓഫ് ദ എലമെന്റ്, ഒരു എലമെന്റിന്റെ മാസ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു m into delta x ആണ്. ക്ലിയർ അല്ലേടാ? അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ എലമെന്റ് കണ്ടുപിടിക്കാം. ഫോഴ്സ് ആക്ടിങ് ഓൺ ദ എലമെന്റ്, ഫോഴ്സ് ആക്ടിങ് ഓൺ ദ എലമെന്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? F ഈസ് ഈക്വൽ ടു ma അല്ലേ? സോ മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ F ഈസ് ഈക്വൽ ടു മാസ്, ദാറ്റ് ഈസ് നോക്കിക്കേ, മാസ് എന്ന് പറയുമ്പോൾ ഇതാ കിടപ്പുണ്ട്, എന്താ? m ഇൻറ്റു ഡെൽറ്റ എക്സ് അല്ലേ? സോ ദാറ്റ് m ഇൻറ്റു m ഇൻറ്റു ഡെൽറ്റ എക്സ് ഇൻറ്റു ആക്സിലറേഷൻ, ദാറ്റ് ഈസ് d സ്ക്വയർ y ബൈ dt സ്ക്വയർ. ക്ലിയർ ആണോ? ക്ലിയർ ആണോടാ? സെറ്റ് അല്ലേ? ഇതെന്ന് പറയുന്ന ഇക്വേഷൻ 1 ആയിട്ട് മാർക്ക് ചെയ്തോളെ. ഇത് ഇക്വേഷൻ 1 ആണ്. ഇതെന്ന് പറയുന്നത് എന്താടാ? ഇതെന്ന് പറയുന്ന ഇക്വേഷൻ 2 ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ ഇക്വേഷൻ 1 എന്ന് പറയുന്നതും ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ്, ഇക്വേഷൻ 2 എന്ന് പറയുന്നതും ഫോഴ്സിന്റെ ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസും ഇക്വേറ്റ് ചെയ്തൂടെ? അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, യെസ്, ഇക്വേറ്റിംഗ് ഇക്വേഷൻ 1 and 2. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ദാറ്റ് ഈസ് m delta x into d square y by dt square is equal to t into d square y by dt square into delta x. വേറെ ഒന്നുമില്ലടാ, ജസ്റ്റ് എന്ത് ചെയ്തു? ഇത് രണ്ടും എന്ത് ചെയ്തു? ഇക്വേറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. ക്ലിയർ ആണോ? ക്ലിയർ ആണോടാ? അപ്പൊ നോക്കിക്കേ, ഇനി എന്താ ചെയ്യാ? നോക്കൂ, d square y by dt square that is equal to, ഈ m നെ നമുക്ക് എന്ത് ചെയ്യാം? താഴോട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ t by m into d square y by dx square നമുക്ക് എഴുതിക്കൂടെ? ഇതെന്ന് പറയുന്ന ഇക്വേഷൻ 3. ഇതെന്ന് പറയുന്ന ഇക്വേഷൻ 3. ഇനി നോക്കിയടാ, വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം. വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഏതാ? കാണിച്ചു തരാം. യെസ്, ഇവിടെ നോക്കിക്കേ, ഈ രണ്ട് ഇക്വേഷൻസ് എന്ത് തന്നെയാടാ? വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ അല്ലേ? സോ ഈ ഇക്വേഷൻ നമ്മൾ എടുക്കുക, ഈ ഇക്വേഷൻ അതേപോലെ എഴുതിയാൽ മതി. ഓക്കെ, അതേപോലെ എടുത്ത് എഴുതുക. ഓക്കെ, യെസ്, എഴുതാം. നോക്കിക്കേ, അതായത് d square psi by dt square that is equal to v square into d square psi by dx square. ഇതെന്ന് പറയുന്നത് എന്താടാ? ഇക്വേഷൻ 4. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് comparing equations 3 and equation 4. അതായത് ഈ ഒരു ഇക്വേഷനും കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഈ ടേം നോക്കിക്കേ, ഈ ടേം എന്ന് പറയുന്നത് that is t by m ആണ്. അതേപോലെ ഈ ടേം എന്ന് പറയുന്നത് v സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? v സ്ക്വയർ is equal to t by m എന്ന് എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ v is equal to എന്താടാ? that is root of t by m. ക്ലിയർ ആണോ? v is equal to root of t by m. ഇനി എന്താണാവോ v എന്ന് പറയുമ്പോൾ that is velocity of propagation of wave, velocity of propagation of wave ആണ് എന്തെന്ന് പറയുന്നത്? v എന്ന് പറയുന്നത്. സോ v is equal to നമുക്കറിയാം, v is equal to nu lambda എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാവോ? nu ഇതെന്ന് പറയുന്നത് ഗ്രീക്ക് ആൽഫബറ്റ് ആണ്, that is ന്യൂ എന്ന് പറയും. ന്യൂ. ഓക്കെ, അപ്പൊ v is equal to, ഇത് രണ്ടും v ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇത് v ആണ്, ഇതെന്ന് പറയുന്നത് ന്യൂ ആണ്, ഗ്രീക്ക് ആൽഫബറ്റ് ആണ്. ഇനി എന്തോന്നാണ് ഈ ന്യൂ എന്ന് പറയുന്നത്? ന്യൂ എന്ന് പറയുമ്പോൾ ഇത് എഴുതാൻ ഇത്തിരി പാടാ. ന്യൂ എന്ന് പറയുമ്പോൾ that is fundamental frequency of vibration. Fundamental frequency of vibration. ക്ലിയർ ആണോ? ക്ലിയർ ആണോടാ? അപ്പൊ ന്യൂ എന്ന് പറയുന്നത് that is fundamental frequency of എന്താണ്? വൈബ്രേഷൻ. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് ന്യൂ ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? that is 1 by lambda into v എന്ന് എഴുതിക്കൂടെ? 1 by lambda into v എന്ന് എഴുതിക്കൂടെ? സോ ന്യൂ ഈസ് ഈക്വൽ ടു 1 by lambda into v. 1 by lambda into v എന്ന് എഴുതിക്കൂടെ? യെസ്, ക്ലിയർ ആണ്. ക്ലിയർ അല്ലേടാ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, നമുക്ക് എന്ത് എഴുതാം? ന്യൂ ഈസ് ഈക്വൽ ടു 1 by lambda into v എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് എന്താടാ? റൂട്ട് ഓഫ് ടി ബൈ എം. അപ്പോൾ റൂട്ട് ഓഫ് ടി ബൈ എം ആണ്. ക്ലിയർ അല്ലേടാ? ഇവിടെ നമ്മുടെ
ലാംഡ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 2l ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ലാംഡയ്ക്ക് പകരം എന്ത് കൊടുക്കുക? ഈ 2l കൊടുക്കുക. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയായി മാറുവടാ? ന്യൂ ഈസ് ഈക്വൽ ടു 1/2l into root of t/m എന്ന് മാറും. t/m എന്ന് മാറും. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ പറഞ്ഞേടാ. ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോളൂ, ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേടാ? യെസ്. അപ്പോ ഇതങ്ങ് എഴുതിയിട്ട് ഇതേപോലെ സ്ക്വയർ ബോക്സിലങ്ങ് റെക്ടാങ്കുലർ ബോക്സിലും കൂടി ഇട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേടാ? അപ്പൊ സെറ്റ് ആയോ? സോ ഈ ഒരു ഡെറിവേഷൻ നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? അതായത് നോക്ക്, ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻസ് ഓഫ് എ സ്ട്രെസ് സ്ട്രിംഗിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്? ദാറ്റ് ഈസ് ന്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. ന്യൂ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർലേ? പഠിച്ചില്ലേ? അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നല്ല ഉഷാറായിട്ട് പഠിക്കുക. ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും. അത് എന്റെ വാക്കാണ്, ചോദിച്ചിരിക്കും. കാരണം ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഇത്. നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഞങ്ങൾ പഠിക്കുന്ന സമയത്തും ചോദിച്ചിരുന്നു. സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് ചോദിച്ചു വരുന്ന സാധനമാണ്. സോ ഉറപ്പായിട്ടും ഇത് ചോദിക്കും, പഠിച്ചിട്ടേ പോകാവൂ. സോ മക്കളെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ കേരളത്തിൽ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് താങ്ക് യു സോ മച്ച് ഗൈസ്. ആൻഡ് നമ്മൾ ഇനിയും വളരും. ഒരുപാട് സർപ്രൈസസ് ആയിട്ട് മുമ്പോട്ട് വരുന്നുണ്ട്. നിങ്ങൾ അടുത്ത സെമ്മിലൊക്കെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കാണും. എപ്പോഴും നിങ്ങളെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ കൂടെ ഉണ്ടാവുക തന്നെ ചെയ്യും. ഫുൾ സപ്പോർട്ട് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ഫുൾ സപ്പോർട്ട് ഞങ്ങൾ നിങ്ങൾക്ക് തരിക തന്നെ ചെയ്യും മക്കളെ. സോ ഹാപ്പി അല്ലേ? സോ മക്കളെ, എന്താ പറയണ്ട, യെസ്, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.